ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ടോക്ക് ഓൺലി PSCയുടെ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാനിതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടെൻസിലെ വേർബ്സിന്റെ 3 ഫോംസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് വൊക്കാബുലറിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ് ആണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്. നമ്മൾ 50 വേർഡ്സുകളാണ് ഗൈസ് പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ. 50 വേർഡ്സുകൾ നമ്മൾ V1, V2, V3 ഫോംസ് പഠിച്ചു കഴിഞ്ഞില്ലേ? വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന പോലെയല്ല, നിങ്ങളുടെ ഇംഗ്ലീഷ് എന്ത് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ടെൻസിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ എല്ലാവരും പഠിച്ചു പോവാട്ടാ. ഇന്ന് നമ്മൾ 51ാമത്തെ വാക്കിലേക്ക് കടക്കാൻ പോവാണ്. ലെറ്റ് കേട്ടിട്ടുണ്ടല്ലോ. ലെറ്റ് എന്താ? ലെറ്റിന്റെ മീനിങ് അനുവദിക്കുക എന്നാണ്. അനുവദിക്കുക അല്ലെ. ലെറ്റ് മീ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ V2 ഫോം എന്താണ്? ഇത് V1 ആണ്. ഇനി നമ്മൾ V2, V3 ഈ 3 ഫോംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ലെറ്റിന്റെ എന്താണ്? ലെറ്റ്, ലെറ്റ്, ലെറ്റ് 3 ഫോംസും ഒന്ന് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എലോ. എലോ എലോ എന്ന് പറഞ്ഞാൽ എന്താ? അതും അനുവദിക്കുക എന്ന് തന്നെയാണ് അല്ലെ. എലോ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സെക്കൻഡ് ഫോം എന്താണ്? എലോവ്ഡ് ആണ്. ഓക്കെ, തേർഡ് ഫോമും എലോവ്ഡ് തന്നെയാണ്. അപ്പോ എലോ, എലോവ്ഡ്, എലോവ്ഡ്. ക്ലിയർ? നെക്സ്റ്റ് ഡിസൈഡ്. ഡിസൈഡ് എന്താണ്? ഡിസൈഡ് തീരുമാനിക്കുകയാണ് അല്ലെ. തീരുമാനിക്കുകയാണ് ഡിസൈഡ്. അപ്പൊ ഡിസൈഡിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ഡിസൈഡഡ് ആണ്. ഓക്കെ, ഡിസൈഡ്, ഡിസൈഡഡ്, ഡിസൈഡഡ്. ക്ലിയർ? ഡിസൈഡ്, ഡിസൈഡഡ്, ഡിസൈഡഡ്. ഓക്കെ ആണല്ലോ. സെറ്റ് ആണല്ലോ. അതെ, സെറ്റ്. നെക്സ്റ്റ് ഇൻഫോം. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ വൊക്കാബുലറിയാണ് ഈ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. പലർക്കും അറിയണ്ടാവും, പല വേർഡ്സുകളും എനിക്ക് അറിയാൻ തോന്നുന്നുണ്ടാവും, പക്ഷെ വളരെ ചെറിയ വേർഡ്സ് ആയിരിക്കും ചിലപ്പം കിട്ടാതെ പോകുന്നത്. ഓക്കെ, ഇൻഫോം. ഇൻഫോം ഇൻഫോം എന്ന് പറഞ്ഞാൽ എന്താ? അറിയിക്കുകയാണ് അല്ലെ. ഇൻഫോം ചെയ്യാന്നാണ് അറിയിക്കുക. ഇൻഫോം. ഇൻഫോമിന്റെ സെക്കൻഡും തേർഡും ഫോംസ് എന്താണ്? ഇൻഫോംഡ്. ഓക്കെ, ഇൻഫോം, ഇൻഫോംഡ്, ഇൻഫോംഡ്. ക്ലിയർ? 55th വൺ നമ്മൾ പഠിക്കാൻ പോവാണ്. റിമൈൻഡ്. എന്താണ്? റിമൈൻഡ്. റിമൈൻഡിന്റെ മീനിങ് എന്താ? റിമൈൻഡ് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ. ഓർമ്മിപ്പിക്കുക. റിമൈൻഡ് ഓർമ്മിപ്പിക്കുക. എന്താണ് റിമൈൻഡിന്റെ സെക്കൻഡും തേർഡും ഫോം? റിമൈൻഡഡ്, റിമൈൻഡഡ്. പലതും ഇങ്ങനെ തന്നെ ED ചേർത്തിട്ടാണ് വരാറുള്ളത് അല്ലെ. എല്ലാത്തതും നന്നായി ആലോചിച്ച് റിവൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ലുക്ക്. ലുക്ക്. ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കുകയാണ് അല്ലെ. ലുക്ക് നോക്കുക. ലുക്കിന്റെ എന്താണ്? ലുക്ക്ഡ്, ലുക്ക്ഡ്. ഓക്കെ, അപ്പൊ ലുക്ക്, ലുക്ക്ഡ്, ലുക്ക്ഡ്. ഓക്കെ, ഈ ഒരു ഭാഗം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ മുതല് എത്ര കാലം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതാൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സിറ്റ്. സിറ്റ് എന്താടോ? സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുകയാണ്. പ്ലീസ് സിറ്റ് ഡൗൺ. ഓക്കെ, അപ്പൊ ഇരിക്കുക. സിറ്റിന്റെ V2 എന്താ? സാറ്റ്. സാറ്റ്, സാറ്റ്. സിറ്റ്, സാറ്റ്, സാറ്റ്. നെക്സ്റ്റ് 58th വൺ കോൾ. കോൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും, വിളിക്കുകയാണ് അല്ലെ. ഫോൺ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. കോൾ, വിളിക്കുക. ഓക്കെ, കോൾഡ്. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ച സാധാരണക്കാരായ ഒന്നും അറിയാത്ത ആളെ കുറിച്ചാണ്. അവർക്കാണെങ്കിലും കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയുണ്ടാവും അല്ലെ. കോൾഡ്, കോൾഡ്. ഓക്കെ, നെക്സ്റ്റ് ഹാപ്പൻ. ഹാപ്പൻ എന്താണ്? ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക ആണ് അല്ലെ. സംഭവിക്കുക. ഹാപ്പന്റെ നെക്സ്റ്റ് ഫോംസ് ഏതൊക്കെയാണ്? ഹാപ്പൻഡ്. തേർഡ് ഫോം എന്താണ്? ഹാപ്പൻഡ് തന്നെയാണ്. ഹാപ്പൻ, ഹാപ്പൻഡ്, ഹാപ്പൻ. ഓക്കെ, സോൾവ്. സോൾവ് അത് അറിയണ്ടാവും അല്ലെ. എന്താ സോൾവ് എന്ന് പറഞ്ഞാൽ? പരിഹരിക്കുക. ഓക്കെ, സോൾവ്, പരിഹരിക്കുക. അതിന്റെ എന്താ വരിക? സോൾവ്ഡ്, സോൾവ്ഡ്. ഓക്കെ, സോൾവ്, സോൾവ്ഡ്, സോൾവ്ഡ്.
നെക്സ്റ്റ് 61 ആയിട്ടോ നമ്മളെ എക്സാമിൻ. എക്സാമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പരിശോധിക്കുകയാണ് അല്ലെ, പരിശോധിക്കുക. ഓക്കെ, എക്സാമിൻ പരിശോധിക്കുക. അതിന്റെ എന്താ വരുന്നത്? എക്സാമിൻഡ്. തേർഡ് ഫോമും എന്ത് തന്നെയാണ്? എക്സാമിൻഡ് എന്ന് തന്നെയാണ്. ഓക്കെ, 62 ആയി നമ്മള്. ഡ്രൈവ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടിക്കുകയാണ് അല്ലെ, വാഹനം ഓടിക്കുന്നതിന് നമ്മൾ ഡ്രൈവ് ചെയ്യാന്ന് പറയും. ഡ്രൈവിന്റെ സെക്കൻഡ് ഫോമിന് മാറ്റേണ്ട ഡ്രോവ് ആണ്, വരച്ചു പഠിക്കുക. ഡ്രൈവ്, ഡ്രോവ്. തേർഡ് ഫോമിനും മാറ്റേണ്ട ഡ്രിവൺ ആണ്. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കാം. ലെറ്റ്. ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക. അതിന്റെ എന്താണ്? ലെറ്റ് തന്നെയാണ്. നെക്സ്റ്റ് എലോ. എലോ എന്ന് പറഞ്ഞാലും അനുവദിക്കുകയാണ്. അലോവ്ഡ്, അലോവ്ഡ്. ഡിസൈഡ്, ഡിസൈഡഡ്, ഡിസൈഡഡ്. ഇൻഫോം, ഇൻഫോംഡ്, ഇൻഫോംഡ്. റിമൈൻഡ്, റിമൈൻഡഡ്, റിമൈൻഡഡ്. ലുക്ക്, ലുക്ക്ഡ്, ലുക്ക്ഡ്. ഓക്കെ. സിറ്റ്, സാറ്റ്, സാറ്റ്. കാൾ, കാൾഡ്, കാൾഡ്. ഹാപ്പൻ, ഹാപ്പൻഡ്, ഹാപ്പൻഡ്. സോൾവ്, സോൾവ്ഡ്, സോൾവ്ഡ്. എക്സാമിൻ, എക്സാമിൻഡ്, എക്സാമിൻഡ്. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു 75 നിർത്തിയാൽ മതി അല്ലെ. 25 വേർഡ്സ് വെച്ചിട്ടല്ലേ നമ്മൾ പഠിക്കാന്ന് പറഞ്ഞത്. ഇതൊന്നും സമയം കളഞ്ഞ് പഠിക്കാനുള്ളോ എന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നോക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി ഒക്കെ പഠിച്ചെടുക്കേണ്ടത്. അല്ലാണ്ട് അതിന് വേണ്ടി അങ്ങനെ സമയം കളയാൻ പാടില്ല കേട്ടോ. ഓക്കെ, എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ കുറച്ച് കുറച്ച് പഠിച്ചാലും നമ്മുടെ ടോപ്പിക്സ് ഒക്കെ തീരും. ഇപ്പൊ നോക്കൂ, നമ്മുടെ ക്ലാസ്സുകൾ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ടൈം ആയിട്ടുള്ളൂ അല്ലെ. എന്നാലും നമ്മൾ അത്യാവശ്യം ടോപ്പിക്കുകൾ ഇതിനകത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്ലോഡ് ചെയ്യല്ലേ, ഇത് പഠിച്ചു തീർക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല. അതായത് ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെയല്ലേ നമുക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ടൈം ഉണ്ട് ഇഷ്ടം പോലെ. നമ്മളത് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? വികസിക്കുകയാണ് അല്ലെ, വികസിക്കുക. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ വികസിക്കുകയാണ്. എക്സ്പാൻഡ്, വികസിക്കുക. എന്താ വരുന്നത് അതിന്റെ സെക്കൻഡ് ഫോം? എക്സ്പാൻഡഡ്. ഓക്കെ, എക്സ്പാൻഡഡ്. തേർഡ് ഫോമും എക്സ്പാൻഡഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എക്സ്പാൻഡ്, എക്സ്പാൻഡഡ്, എക്സ്പാൻഡഡ്. നെക്സ്റ്റ് ആൻസർ. ആൻസർ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? മറുപടി പറയുക അല്ലെ. ആൻസർ എന്ന് പറഞ്ഞാല് മറുപടി പറയുകയാണ്. ആൻസറിന്റെ എന്താ വരുന്നത്? ആൻസേർഡ്, ആൻസേർഡ്. തേർഡ് ഫോം എന്താണ്? അതും ആൻസേർഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആൻസർ, ആൻസേർഡ്, ആൻസേർഡ്. ഓക്കെ, 65 ആയിട്ടോ നമ്മള് അപ്പിയർ. അപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷപ്പെടുകയാണ് അല്ലെ. അപ്പിയർ, പ്രത്യക്ഷപ്പെടുക. അതിന്റെ എന്താ വരുന്നത്? അപ്പിയേർഡ്. സെക്കൻഡ് ഫോം. തേർഡ് ഫോമോ? തേർഡ് ഫോമും അപ്പിയേർഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അപ്പിയർ, അപ്പിയേർഡ്, അപ്പിയേർഡ്. നെക്സ്റ്റ് കൺസിഡർ. കൺസിഡർ. കൺസിഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഗണിക്കുകയാണ്. എന്നെ കൺസിഡർ ചെയ്യൂ എന്ന് പറയാറുണ്ട് അല്ലെ. പരിഗണിക്കുകയാണ്. കൺസിഡറിന്റെ എന്താണ്? കൺസിഡേർഡ് അല്ലെ. കൺസിഡറിന്റെ കൺസിഡേർഡ്. തേർഡ് ഫോം എന്താണ്? അതും കൺസിഡേർഡ് തന്നെയാണ്. ക്ലിയർ? സ്പെല്ലിങ്ങും പഠിച്ചു പോകട്ടെ എല്ലാത്തിന്റെയും. ചിലപ്പോ നമുക്ക് കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഇതൊന്നും ചോദിച്ചാലും പറയാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് ഒക്യുർ. ഒക്യുർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഭവിക്കുക അല്ലെ. ഒക്യുർ, സംഭവിക്കുക. ഓക്കെ, എന്താണ് വരുന്നത്? ഒക്യുർഡ്. സെക്കൻഡ് ഫോം വരുന്നു. തേർഡ് ഫോം എന്താ? ഒരു 6 കൂടി ഉണ്ട്. സോറി, ഞാൻ തന്നെ തെറ്റിച്ചു കേട്ടോ. അല്ല, എനിക്ക് തെറ്റിപ്പോയി. ഓക്കെ, ഒക്യുർഡ്. തേർഡ് ഫോം എന്താടോ വരിക? ഒക്യുർഡ്. 2 സിയും 2 ആറും ഉണ്ട് കേട്ടോ ഒക്യുർഡില്. ഒക്യുർഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്? റിലീസ്. റിലീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രമാക്കുക. റിലീസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാക്കുകയാണ്. അപ്പോഴോ? റിലീസ്ഡ്. സെക്കൻഡ് ഫോം റിലീസ്ഡ്.
തേർഡ് ഫോം എന്താ വരിക? അതും റിലീസ്ഡ് തന്നെയാണ്. റിലീസ്, റിലീസ്ഡ്, റിലീസ്ഡ്. ഓക്കെ. 69th വൺ ഡ്രിങ്ക്. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? കുടിക്കുക അല്ലെ? ഡ്രിങ്ക് കുടിക്കുക. സെക്കൻഡ് ഫോം ഡ്രാങ്ക് ആണ്. അപ്പൊ ഡ്രിങ്കിന് മാറ്റം കേട്ടോ, ഇഡി അല്ല വരുന്നത്, ഡ്രാങ്ക് ആണ് വരുന്നത്. തേർഡ് ഫോം ഡ്രങ്ക് ആണ് വരുന്നത്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഓക്കെ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഓക്കെ. 70 എത്തിട്ടോ നമ്മള്. സ്വിയർ. സ്വിയർ എന്ന് പറഞ്ഞാൽ എന്താ? സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് സ്വിയർ കേട്ടാ. പ്രൊനൗൺസിയേഷൻ നിങ്ങൾ വായിച്ചു നോക്കുക എന്താണെന്ന്. ഞാൻ ഇങ്ങനെയാണ് ഇതിനെ വായിക്കുന്നത് കേട്ടോ. അപ്പൊ സ്വിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുക. സെക്കൻഡ് ഫോം swore. തേർഡ് ഫോം sworn. ഓക്കെ. RN. അപ്പൊ ഇതിന് മാറ്റം കേട്ടോ. സ്വിയർ, swore, sworn. ഓക്കെ. 71 ആയി. അപ്ലൈ. അപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? അപേക്ഷിക്കുകയാണ് അല്ലെ? അപേക്ഷിക്കുക. അതിന്റെ എന്താ സെക്കൻഡും തേർഡും വരുന്നത്? അപ്ലൈഡ്. നെക്സ്റ്റോ അപ്ലൈഡ് തന്നെയാണ്. അപ്ലൈ, അപ്ലൈഡ്, അപ്ലൈഡ്. അപ്പൊ നോക്കൂ. എക്സ്പാൻഡ്, എക്സ്പാൻഡഡ്, എക്സ്പാൻഡഡ്. ഓക്കെ. ആൻസർ, ആൻസേർഡ്, ആൻസേർഡ്. അപ്പിയർ, അപ്പിയർഡ്, അപ്പിയർഡ്. നെക്സ്റ്റ് കൺസിഡർ, കൺസിഡേർഡ്, കൺസിഡേർഡ്. ഒക്യൂർ, ഒക്യൂർഡ്, ഒക്യൂർഡ്. ഓക്കെ. റിലീസ്, റിലീസ്ഡ്, റിലീസ്ഡ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രാങ്ക്. സ്വിയർ, സോ, സോൺ. അപ്ലൈ, അപ്ലൈഡ്, അപ്ലൈഡ്. ഓക്കെ. അപ്പൊ നമ്മൾ 71 എണ്ണാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഒരു 4 എണ്ണം കൂടി പഠിക്കാം. അപ്പൊ നമ്മൾ 75-ലെത്തും. ഓക്കെ. പഠിച്ചു വെക്കണം കേട്ടോ എല്ലാവരും. നന്നായി തന്നെ നമ്മൾ ഈ ഭാഗം കവർ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തിയാലാണ് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഏതിന്റെ പ്രാധാന്യം, ഏത് ടോപ്പിക് നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ പഠിക്കൂ ഇങ്ങനെ പഠിക്കൂ എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മളുടേതായ ഒരു മെത്തേഡ് ഉണ്ടാവും. അതിലൂടെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് എക്സാം ഹോളിൽ എത്തുമ്പോൾ നമുക്ക് തോന്നും മറ്റേ മെത്തേഡ് മതിയായിരുന്നു കേട്ടോ. ഓക്കെ. വണ്ടർ. വണ്ടർ. വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്ചര്യപ്പെടുക അല്ലെ? വണ്ടർ എന്താണ്? ആശ്ചര്യപ്പെടുക. വണ്ടർ, ആശ്ചര്യപ്പെടുക. അതിന്റെ എന്താ വരുന്നത്? വണ്ടേർഡ്. വണ്ടർ, വണ്ടേർഡ്. അടുത്തതും എന്തുതന്നെയാണ്? വണ്ടേർഡ്. ഓക്കെ. നെക്സ്റ്റ് കാൽക്കുലേറ്റ്. കാൽക്കുലേറ്റ് കണക്കാക്കുകയാണ് അല്ലെ? കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ കണക്കാക്കുക. എന്താ വരുന്നത്? കാൽക്കുലേറ്റഡ്, അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ്. ഓക്കെ. കാൽക്കുലേറ്റ്, കാൽക്കുലേറ്റഡ്, കാൽക്കുലേറ്റഡ്. നെക്സ്റ്റ് പ്രിസൈഡ്. കേട്ടിട്ടുണ്ടാവും. പ്രിസൈഡ്. എന്താ പ്രിസൈഡ് എന്ന് പറഞ്ഞാൽ? അധ്യക്ഷം വഹിക്കുകയാണ് കേട്ടോ. അധ്യക്ഷം വഹിക്കുന്നതിനല്ലേ നമ്മൾ പ്രിസൈഡഡ് എന്നൊക്കെ പറയാറ്? അതെ. അതിന്റെ എന്താണ്? പ്രിസൈഡഡ്. തേർഡ് ഫോമും എന്ത് തന്നെയാണ്? പ്രിസൈഡഡ്. ഓക്കെ. ലാസ്റ്റ് വൺ 75-ാമത്തേതെത്തി. അപ്പോയിന്റ്. അപ്പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമിക്കുകയാണ് അല്ലെ? അപ്പോയിന്റ്, നിയമിക്കുക. എന്താ വരുന്നത്? അപ്പോയിന്റഡ്, അപ്പോയിന്റഡ്. ഓക്കെ. അപ്പൊ നമ്മൾ 75 എണ്ണത്തിൽ നിർത്താൻ പോവാണ്. വണ്ടർ, വണ്ടേർഡ്, വണ്ടേർഡ്. കാൽക്കുലേറ്റ്, കാൽക്കുലേറ്റഡ്, കാൽക്കുലേറ്റഡ്. പ്രിസൈഡ്, പ്രിസൈഡഡ്, പ്രിസൈഡഡ്. ഓക്കെ. അപ്പോയിന്റ്, അപ്പോയിന്റഡ്, അപ്പോയിന്റഡ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ടെൻസിന്റെ 3 ഫോംസ്, ഐ മീൻസ് വെർബിന്റെ V1, V2, V3 ഫോംസിന്റെ 75 വേർഡ്സിലാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.